ഒരു പാത്രം എണ്ണയ്ക്ക് തീപിടിച്ചാൽ അതിലേക്ക് വെള്ളമൊഴിച്ചാൽ സ്ഫോടനമുണ്ടാകുമെന്നൊരു വിശ്വാസം ശരിയാണോ എന്ന് പരിശോധിക്കാൻ ആഡമും ജെയ്മിയും ചേർന്ന ഒരു പരീക്ഷണം നടത്തി. ഒരു അഗ്നിശമന സേനാ സ്റ്റേഷനിലാണ് അവർ ഇതിനായുള്ള സംവിധാനം ഒരുക്കിയത്. പരീക്ഷണം 1. കാനോല ഓയിൽ. ആദ്യം അവർ ഒരു പാത്രത്തിൽ കാനോല ഓയിൽ എടുത്തു. എണ്ണ ചൂടാകുമ്പോൾ ഒരു സെൻസർ ഉപയോഗിച്ച് അതിന്റെ താപനില തത്സമയം നിരീക്ഷിച്ചു. എണ്ണയുടെ താപനില 500 ഡിഗ്രി എഫ് ആയപ്പോൾ അതിൽ നിന്ന് വെള്ള പുക ഉയരാൻ തുടങ്ങി. തീപിടിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇത് സൂചിപ്പിച്ചു. ആ സമയത്ത് മുകളിൽ തൂക്കിയിട്ടിരുന്ന വെള്ളം നിറഞ്ഞ കപ്പ് താഴേക്ക് വീഴാനായി ആഡം ഒരു കയർ വലിച്ചു. ഉടൻ തന്നെ പാത്രം ഒരു വലിയ തീഗോളമായി മാറി. പക്ഷേ ഇതത്ര ശക്തമായില്ലെന്ന് അവർക്ക് തോന്നി. പരീക്ഷണം 2. നിലക്കടല എണ്ണ. അടുത്തതായി അവർ ഉയർന്ന ജ്വലന താപനിലയുള്ള നിലക്കടല എണ്ണ അഥവാ പീനട്ട് ഓയിൽ ഉപയോഗിച്ചു. എണ്ണയിൽ തീനാളങ്ങൾ കണ്ടപ്പോൾ അത് തീപിടിക്കാനുള്ള താപനിലയിലെത്തിയെന്ന് മനസ്സിലാക്കി. ആഡം വീണ്ടും വെള്ളമൊഴിച്ചു. ഇത്തവണ തീഗോളം കനല ഓയിൽ ഉപയോഗിച്ചപ്പോൾ ഉണ്ടായതിനേക്കാൾ വലുതും കൂടുതൽ ശക്തിയുള്ളതുമായിരുന്നു. അനുപാത പരീക്ഷണം. ഏറ്റവും വലിയ സ്ഫോടനമുണ്ടാക്കാൻ എണ്ണയും വെള്ളവും തമ്മിലുള്ള അനുപാതം പരീക്ഷിക്കാൻ അവർ തീരുമാനിച്ചു. ആദ്യം 8:1 അനുപാതത്തിൽ തുടങ്ങി, പിന്നീട് 4:1, 2:1 എന്നിങ്ങനെയും പരീക്ഷിച്ചു. എല്ലാ അനുപാതത്തിലും ഫലം ഏകദേശം ഒരുപോലെയായിരുന്നു. അതുകൊണ്ട് അവസാന പരീക്ഷണത്തിനായി 2:1 എന്ന അനുപാതം തിരഞ്ഞെടുത്തു. അന്തിമ പരീക്ഷണം. 30 അടി ഉയരത്തിൽ തീഗോളം. വിജനമായ ഒരിടത്ത് അവരൊരു താൽക്കാലിക അടുക്കളയുണ്ടാക്കി. തീ നിയന്ത്രണാതീതമായാൽ രക്ഷാപ്രവർത്തനത്തിനായി അഗ്നിശമന സേനാംഗങ്ങൾ സമീപത്തുണ്ടായിരുന്നു. 2000 മില്ലിലിറ്റർ എണ്ണയും 1000 മില്ലിലിറ്റർ വെള്ളവും തയ്യാറാക്കി. ജെയ്മി സ്റ്റൗ കത്തിച്ചു. പാത്രത്തിലെ എണ്ണയിൽ തീനാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അയാൾ കയർ വലിച്ചു. ഇത്തവണ തീഗോളം വളരെ വലുതായിരുന്നു. തീ 30 അടി ഉയരത്തിൽ വരെ എത്തി. അടുത്ത ലെവൽ സൂപ്പ് ക്യാൻ. ഇതിലും വലിയൊരു തീഗോളം കാണാൻ ആഗ്രഹിച്ച ജെയ്മി തിളച്ച എണ്ണയിലേക്ക് ഒരു സൂപ്പ് ക്യാൻ എറിഞ്ഞു. തുടക്കത്തിൽ ഒന്നും സംഭവിച്ചില്ല. പക്ഷേ 1/2 മിനിറ്റിന് ശേഷം ഒരു വലിയ സ്ഫോടനമുണ്ടായി. ഒരു തീഗോളം ആകാശത്തേക്ക് ഉയർന്നു. അതൊരു കൂൺമേഘത്തിന്റെ രൂപം പ്രാപിച്ചു. ഇത് തെളിയിക്കുന്നത് പാചക എണ്ണയ്ക്ക് തീപിടിച്ചാൽ അത് വെള്ളമൊഴിച്ച് അണയ്ക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്തൊരു ദുരന്തം സംഭവിക്കാം.